ആ മനോഹരമായൊരു കാഴ്ചയുണ്ടത്. കിടിലൻ കാഴ്ചയാണ്. ആ ഫാമിലിയിലാ? ആ യെസ് 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 യെസ്. ആ യെസ്, നമ്മുടെ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാവട്ടെ. ജമ്മു കാശ്മീരിലെ ഹസ്രത് ബാൽ ദേവാലയമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് നമ്മുടെ ഡാൽ ലേക്കിന് സമീപമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡാൽ ലേക്കിൽ വരുന്ന ഏതൊരു സഞ്ചാരിയും ഏതൊരു ടൂറിസ്റ്റും ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ വന്ന് കാഴ്ചകൾ കാണാനും അതേപോലെ ഫോട്ടോസ് എടുക്കാനും മനോഹരമായ ഒരു ഡാൽ ലേക്കിൻ്റെ തീരത്തും കൂടിയാണ് ഈ പള്ളി. എന്തായാലും ഏറെ ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. കാരണം ഞങ്ങളുടെ ഡ്രൈവറാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ദേവാലയമുണ്ട്, നിങ്ങൾക്ക് അവിടെ വരാം, ഒരു പള്ളിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വരുന്നത്. എന്തായാലും മനോഹരമായ ഹസ്രത് ബാൽ ദേവാലയം കണ്ട് ഞങ്ങൾ തിരിച്ച് ഡാൽ ലേക്കിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൽ ലേക്കിന്റെ ശിക്കാര റൈഡ് നടക്കുന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് എല്ലായിടത്തും ശിക്കാരയില്ല. അതൊരു പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ശിക്കാര റൈഡ് നടക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കാണ് നമ്മൾ ചില ഗാർഡൻ, മുഗൾ ഗാർഡൻ ഒക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കയറിയില്ല. നേരെ ഫസ്റ്റ് ശിക്കാര റൈഡ്, ഇപ്പൊ കാണുന്നതൊക്കെ മുഗൾ ഗാർഡൻ ആണ്. ശിക്കാര റൈഡാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പൊ ഈ ശിക്കാര റൈഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കേജ് എടുത്ത് വന്നതാണ്. അപ്പൊ പാക്കേജ് എടുത്ത് വരുമ്പോൾ ഈ ശിക്കാര റൈഡ് നമുക്ക് ഫ്രീ ആണ്. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ഏകദേശം 40 മിനിറ്റ് എന്നാണ് അവർ പറയുന്നത്. ആ 40 മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ശിക്കാര കയറി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ശിക്കാര റൈഡുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കുറേ, ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ തീരത്തു കൂടി ഒരുപാട് സഞ്ചരിച്ചാൽ ചുറ്റും റോഡാണെന്നുള്ളതാണ്. അപ്പൊ ആ തീരത്തു കൂടി നമ്മൾ സഞ്ചരിച്ച് ശിക്കാര റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതൊരു എന്താ പറയുന്ന ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേക്കിന് ചുറ്റുമുള്ള ഈ റോട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏറെ എന്താ പറയുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ വ്യൂ ആണ് നമുക്ക് ആ റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം റൈറ്റ് സൈഡിലാണ് ഈ പറയുന്ന ഡാൽ ലേക്ക്. മനോഹരമായ ഈ ലേക്കിൽ വന്ന് ശിക്കാര റൈഡ് നടത്തുക എന്നുള്ളത് ഈ കാശ്മീർ വരുന്ന ഏതൊരു ടൂറിസ്റ്റിന്റെയും ഏതൊരു വിദേശിയുടെയായാലും ഇന്ത്യക്കാരനായാലും ശരി, അവരുടെ ആഗ്രഹം ഒന്ന് ഡാൽ ലേക്കിലെ ശിക്കാര റൈഡാണ്. ഹലോ, പിപ്പീസ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ലേക്കിലാണ് വന്നിരിക്കുന്നത്, അതായത് ഡാൽ ലേക്കിലാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മൾ ഡാൽ ലേക്കിൽ വരിക എന്നുള്ളത്. അത് ഇപ്പോ നമ്മൾ ലൈവ് ഡാൽ ലേക്കിൽ നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഡാൽ ലേക്കും അതിന്റെ യാത്രകളും ആയിരിക്കുള്ളൂ. അപ്പൊ മനോഹരമായ ഡാൽ ലേക്കിന്റെ എല്ലാ കാഴ്ചകളും നമ്മളിങ്ങനെ ഒപ്പിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ റൈഡ് നടക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അതിമനോഹരമായ വ്യൂ പോയിന്റും മനോഹരമായ കാഴ്ചകളുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ശിക്കാര റൈഡിങ്ങിന് നമ്മുടെ ഫാമിലി കയറണം. യെസ് യെസ് യെസ്, നമ്മുടെ ഫാമിലീസ് കയറുന്നു. ആ കയറി 4 പേര് ആദ്യം കയറണം. ഞങ്ങൾ 7 പേരായതുകൊണ്ട് 2 ശിക്കാര വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ശിക്കാര ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ 4ഉം 3ഉം ആയിട്ട് 2 ശിക്കാരയിൽ കയറി ഞങ്ങളുടെ യാത്ര തുടങ്ങിയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്വപ്ന യാത്രയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചു എന്നുള്ളതാണ്. എല്ലാവരും ഹാപ്പിയാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് 40 മിനിറ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തൊക്കെ വിചാരിച്ചോണ്ട് ചില പിള്ളേർ വന്നിട്ടുണ്ട്, ഇതിനെ കൊണ്ട് വലിയ ശല്യമായിരിക്കണം. ചേട്ടേ, എന്തൊക്കെ വിചാരിച്ചു 2 പിള്ളേര് വന്നിട്ടുണ്ട്, വലിയ ശല്യമാണ്. ആ എടുത്തോണ്ടിരിക്കണം. ആ വിപ്പി ഹായ് പറയൂ. വിപ്പി ഹായ്. ഞാൻ നമ്മുടെ ഡ്രൈവറെ, അദ്ദേഹം സിസ്റ്റർ വിളിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യണേ. യെസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. കച്ചവടം, ചായ, ടീ. ഈ ഒരു ശിക്കാര റൈഡിങ്
എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്നതാണ് കാശ്മീർ വന്നിട്ട് ഒരു ശിക്കാര റൈഡിങ് നടക്കുന്ന പറഞ്ഞ അതായത് ടീ ആണ് കേട്ടോ, കംപ്ലീറ്റ് ടീ ആണ്. ഇതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ, ശിക്കാര റൈഡിങ് കാഴ്ചകളിലൂടെ നിങ്ങളെ ഞാൻ ഇവിടെ പിപ്പീസ് വ്ലോഗിലൂടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേര് ഭയങ്കര കച്ചവടത്തിലാണ്, രണ്ടുപേര് ഭയങ്കര കച്ചവടം. ഹിന്ദി അറിയാൻ പാടില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് വളരെ ഭംഗിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇതേപോലെയുള്ള വേഷങ്ങൾ ധരിച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോസ്. How much rupees? How much rupees? 150. അങ്ങനെ മനോഹരമായ കാഴ്ചകളിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശിക്കാര റൈഡിൽ വളരെ രസകരമായ വ്യൂ പോയിന്റുകളും നമുക്ക് ഡാൽ ലേക്ക് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വളരെ ഇഷ്ടപ്പെടുന്ന എന്താ പറയുന്ന കാഴ്ചകളാണ് സൈഡ് വ്യൂ തന്നെ. അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മകള് ഏതായാലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഇഷ്ടപ്പെട്ട കളർ ഏതാണ് അതെടുക്ക്. പറ, ഇഷ്ടപ്പെട്ട കളറിലെടുക്ക്. അല്ലാണ്ട് തന്റെ ഇഷ്ടത്തിനാണ് കളർ, അല്ലാണ്ട് താൻ സെലക്ട് ചെയ്യ് കളറ്. Only one photo. Only one photo. I will show you. ആദ്യത്തെ ഓർണമെന്റ്സ് ഒക്കെ ഇടിയിക്കണ്ട. അല്ല അത് വരും ഒക്കെ വന്നോളൂ. ടാറ്റാ, ബൈ ബൈ. ഇന്ത്യയുടെ സ്വർഗം, the heaven of India is a beautiful place. The heaven of India is Kashmir. കാശ്മീരിന്റെ മനോഹരമായ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് പിപ്പീസ് വ്ലോഗിന്റെ വീഡിയോ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വാൽനട്ട് മാത്രമല്ല, വാൽനട്ടിനോട് എനിക്ക് ഇഷ്ടമല്ല. വാൽനട്ട് ഹൗസ് ബോട്ടുകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഫുഡ് ഇവിടെ കിട്ടും. ഫുഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അടുത്ത ആള് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള കാശ്മീർ ഡ്രസ് ഇട്ടുള്ള ഫോട്ടോ എടുക്കാൻ അടുത്ത ആൾ കയറിയിട്ടുണ്ട്. നമ്മുടെ സൗമ്യ കയറിയിട്ടുണ്ട്. ദിസ് കളർ നോട്ട് നെക്സ്റ്റ് കളർ പിങ്ക്. ദൈവം, ഇതൊക്കെ വീടുകളാണ് ഈ വെള്ളത്തിലാണല്ലോ ഈ വീടൊക്കെ. എന്റെ പൊന്നോ, വെള്ളം കയറിയിട്ട് കണ്ട ഈ ബിൽഡിംഗ് ഒക്കെ മുങ്ങിക്കിടക്കേണ്ട അടിഭാവമൊക്കെ. നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്ന, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഓക്കെ വളരെ വില കുറച്ച് ഐറ്റംസുകൾ കിട്ടും, ഡ്രസ്സുകൾ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. വളരെ വില കുറച്ച്. അപ്പോൾ ആ വളരെ വില കുറച്ചുള്ള ഡ്രസ്സുകളും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കിട്ടും. കാശ്മീരി സീഡ്സ് കിട്ടും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതാ നിങ്ങൾ പോകണ വരാപ്പുഴക്കാർ ചെറായിക്കാരും. ഞങ്ങൾ പിപ്പീസ് വ്ലോഗിന്റെ ആളുകളാണ്, ഓണേഴ്സാണ്. നമ്മുടെ ഓണർ അതിരിപ്പുണ്ട്. പിപ്പി വ്ലോഗിൽ പിപ്പിയെ കാണാറില്ല എന്ന് പൊതുവെയുള്ള സംസാരമാണ്. എന്താ അങ്ങനെ?
പിപ്പി വ്ളോഗർ കയ്യും കാലും പൊക്കുന്നുണ്ട്. അല്ല കൈയല്ല, കൈ മാത്രം, കാല് പൊക്കുന്നില്ല, കൈ മാത്രം പൊക്കുന്നുണ്ട്. അവരുടെ ഡ്രൈവറാണ് ഈ കാണുന്നത്. അവൻ്റെ പിന്നെ കുറച്ചാള് ബാംഗ്ലൂരൊക്കെ ആയിരുന്നില്ലേ, അവനെങ്കിലും 2 എണ്ണം പറയാനും നന്നായി. നല്ല കിടലൻ സാരികളുണ്ട് കേട്ടോ അവിടെ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിക്കാര റൈഡുകൾ ഒന്നൊന്നായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളും ഇതിലൂടെ കാണിക്കുകയാണ്. ഒരുപാട് പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ വേണമെങ്കിൽ വന്ന് താമസിക്കാമായിരുന്നു, പക്ഷേ നമ്മളൊന്നും ഹൗസ് ബോട്ട് താമസിക്കാൻ തീരുമാനിച്ചില്ല. നമുക്ക് ഹൗസ് ബോട്ട് വേണ്ട എന്നാണ് തീരുമാനിച്ചത്. നമ്മുടെ ഫാമിലി സഞ്ചരിക്കുന്ന ഷിക്കാരിയാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ. ആളുകൾ മൊത്തം ക്യാമറയായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാ മിക്ക ഷിക്കാരിലും ഒരുപാട് മൊബൈലായിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ നിൽക്കുന്നത്. ഒരു ഷിക്കാരെ തന്നെ ഒരുപാട് പേര് മൊബൈലായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണ് ഡാൽ ലേക്കിലെ. ഇതുണ്ട് ഈ ഫ്ലോട്ടിങ് എന്താണല്ലേ രസമല്ലേ ഫ്ലോട്ടിങ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിടുവാണ്. ദൈവം ഇതൊക്കെ ഇടിഞ്ഞവർക്ക് വീടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകളുമായി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കേണ്ട വീഡിയോ. യെസ് യെസ് ഞങ്ങൾ മുമ്പിലെത്തി ചെറായി ബീച്ചിൽ. ആ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്നും നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നു അല്ലേ ഭയ്യ? അപ്പോൾ ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങൾ 2-3 ഷോപ്പിലൊക്കെ കയറി. പക്ഷേ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഓൾറെഡി ഇത്തിരി കൂടുതലായിട്ടൊക്കെ തോന്നി. പിന്നെ പർച്ചേസിംഗ് ഒന്നും വേറെ നടത്തിയില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ നല്ല സൂപ്പറാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ ഒന്ന് കാണട്ടെ. ഷിക്കാര റൈഡിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ യാത്രകൾ. ഡാൽ ലേക്കിൻ്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ നമ്മളുടെ ഷിക്കാര റൈഡുകളൊക്കെ അടുപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ ഒതുക്കിയിട്ടതിന് ശേഷമാണ് ആളുകൾ ഈ കാണുന്ന ഷോപ്പിലൊക്കെ കയറി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ലേക്ക് മഞ്ഞിനാൽ സ്നോ വന്ന് വീണ് സ്റ്റോപ്പായി പോകും. റൈഡൊക്കെ സ്റ്റോപ്പായി പോകും. ജൂലൈ കലാൽ. What? Means freezing time. Freezing time. 2 months. January and February. Last 10 days December and January. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ ലേക്ക് പൂർണ്ണമായിട്ട് സ്നോ വീണ് റൈഡിംഗ് ഒക്കെ ക്ലോസ് ആവും. No, Stop. that is not closed. You see roads this way. Then I can go back inside. ഓ യെസ് മറ്റേ വലിയ ബോട്ടിൻ്റെ അല്ലേ? ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകാമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച ആ ടെമ്പിൾ അവിടെ കാണാൻ സാധിക്കും.
കണ്ട പിന്നെ കണ്ട് സൂം ചെയ്തപ്പോഴാണ് ആ ടെമ്പിൾ കണ്ട ആ ഏറ്റവും മുകളിൽ ടെമ്പിൾ കണ്ട അതിലേക്ക് കയറി ചെല്ലണം നമ്മൾ. ശങ്കരാചാര്യ ടെമ്പിൾ. അത് നമുക്ക് ബോട്ട് കണ്ടല്ലോ, എഞ്ചിന് വെച്ച് ഘടിപ്പിച്ച ബോട്ടിൻ്റെ പുറകെ കൂടി അവർ തുഴഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പം മഞ്ഞിനെയൊക്കെ ഭേദിച്ച് ഈ ബോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകിൽ മഞ്ഞ് മാറി ഈ ഷിക്കാര റൈഡ് അതിൻ്റെ പുറകെ നടത്തുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും മനോഹരമായ ഷിക്കാര കാഴ്ചകളാണ് നിങ്ങൾ ഡാൽ ലേക്കിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മല തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഡാൽ ലേക്കിൽ അടിഞ്ഞുകൂടുന്ന പുല്ലുകൾ, പായലുകൾ ഇതൊക്കെ മാന്തിയെടുക്കുന്ന ഒരു മെഷീനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സമയാസമയങ്ങളിൽ ഡാൽ ലേക്കിൽ അടിഞ്ഞുകൂടുന്ന ഇതേപോലെ പായലുകൾ ഒക്കെ മാന്തിയെടുത്തിട്ട് മറ്റൊരു ജങ്കാർ പോലുള്ളൊരു ബോട്ടുണ്ട്, ജങ്കാർ പോലുള്ള. അപ്പൊ ആ ജങ്കാറിലേക്ക് ഈ പായലുകൾ അതിലേക്ക് നിക്ഷേപിച്ചിട്ട് അതാണ് ജങ്കാറാണ് കരക്ക് കൊണ്ടുവന്ന് ഇടുന്നത്. ഇതെല്ലാം ഷിക്കാര റൈഡിന്റെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവൃത്തി സർക്കാർ ചെയ്യുന്നത്. ഡാൽ ലേക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മലമുകളിലായിട്ടൊരു ഫോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഹരി പർബന്ത് ഫോർട്ട് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് മുഗൾ വാസ്തുവിദ്യയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. കാരണം ഇത് അന്നത്തെ ഗവർണറായിരുന്ന, കാശ്മീർ ഗവർണറായിരുന്ന അത്താ മുഹമ്മദ് ഖാനാണ് പണി തീർത്തത്. അങ്ങനെ ഡാൽ ലേക്കിലെ ഞങ്ങളുടെ സഞ്ചാരം കഴിഞ്ഞ് ഞങ്ങൾ പോയ ഷിക്കാര കരക്കടുത്തു. ഡാൽ ലേക്കിനോട് ചേർത്ത് നമ്മൾ ഇറങ്ങി. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ പിള്ളേർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഫോട്ടോ എടുത്ത ആളെ അന്വേഷിച്ച് ഞങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തൊട്ട് അപ്പുറം തന്നെ അദ്ദേഹം അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചെന്നാൽ ഫോട്ടോ കിട്ടും. അങ്ങനെ നമ്മുടെ ആളുകൾ വന്നു, ഫോട്ടോസൊക്കെ എടുത്തു. രണ്ടുപേരും ഹാപ്പിയാണ്. ഫോട്ടോ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ റൈഡ് കഴിഞ്ഞ് നടന്നു വരികയാണ്. ഡാൽ ലേക്കിലെ യാത്രകളെല്ലാം കഴിഞ്ഞപ്പോൾ സമയം 2 മണിയായി. ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ വന്നു. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്. ചിക്കൻ ബിരിയാണിയാണ് നിങ്ങൾ നേരത്തെ കണ്ട കളർഫുൾ ആയിട്ടുള്ളത്. വൈറ്റ് റൈസ് ഉണ്ട്, കണ്ടത് ആ കാണുന്ന ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ രണ്ട് ചിക്കൻ ബിരിയാണി ഞങ്ങൾ വാങ്ങിച്ചു. മകളൊരു വൈറ്റ് റൈസ് വാങ്ങിച്ചു, ഒരു ചിക്കൻ കറി വാങ്ങിച്ചു. അപ്പോൾ പുള്ളിക്ക് വൈറ്റ് റൈസും ചിക്കൻ കറിയും മതിയായിരുന്നു. അങ്ങനെ അത് കൂടാണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്, ഞങ്ങൾ ഈ കാശ്മീർ യാത്രയിൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ചിക്കൻ പുലാവ് കഴിക്കാന്നുള്ളതാണ് കാശ്മീർ വന്നിട്ട്. അങ്ങനെ ചിക്കൻ പുലാവ് നമ്മൾ ഓർഡർ ചെയ്തു. ആ ചിക്കൻ പുലാവാണ് ഇപ്പൊ വന്നിരിക്കുന്ന ആ റൈസ് നിങ്ങൾ കാണുന്നില്ലേ, അത് 2 ചിക്കൻ പുലാവാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ ഒരു വൈറ്റ് റൈസും 2 ചിക്കൻ ബിരിയാണിയും 2 ചിക്കൻ പുലാവാണ്. ഒരു ചിക്കൻ പുലാവിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വില കേട്ടാൽ ഞെട്ടിപ്പോവും. ഇതാ ഇരിക്കുന്ന പ്ലേറ്റിലെ ചിക്കൻ പുലാവിന് 360 രൂപയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നാട് വിട്ട് പോന്നു, ഭക്ഷണം കഴിക്കണം, പട്ടിണി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല. ചിക്കൻ പുലാവും ചിക്കൻ ബിരിയാണിയും വൈറ്റ് റൈസും ഒരൊറ്റ ചിക്കൻ പീസുള്ള ഒരു കറിയാണ് ഈ വൈറ്റ് റൈസിൻ്റെ കൂടെ ചിക്കൻ കറി ആയിട്ട് കിട്ടിയത്. ഒറ്റ ഒരു കാല് മാത്രമേ ഉള്ളൂ, ചിക്കൻ കാല് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ റേറ്റ് ഒക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കുറെ കുളം പോലെ കുറെ ചാറും ഒരു ചിക്കൻ കാലും കൂടി 180 രൂപ അതിൻ്റെ റേറ്റ്. അങ്ങനെ അമിതമായ പൈസ നമ്മളിവിടെ ഫുഡിന് വേണ്ടി ചെലവാക്കേണ്ടി വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കറിയാം യാത്രയിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. പൈസ ഒന്നും നമുക്കൊരു വിഷയമല്ല, നമ്മൾ മനസ്സുകൊണ്ട് തന്നെ വിചാരിച്ചു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം. അപ്പൊ വരുമ്പോ തുടങ്ങി പറയുന്നുണ്ട് ചിക്കൻ പുലാവ് കഴിക്കണം, കാശ്മീർ ചിക്കൻ പുലാവ് കഴിക്കണമെന്ന് സൗമ്യ പറയുന്നുണ്ട്, ദേവൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്ത് വേണമെങ്കിൽ ഞങ്ങൾ കഴിക്കാൻ റെഡിയാണ്. പക്ഷെ എല്ലാവരും ഹാപ്പിയായി. കാരണം ഈ ഫുഡുകൾ കൊണ്ട് ഞങ്ങളുടെ ആ നേരത്തെ ഉച്ചക്കലത്തെ ഫുഡ് ഞങ്ങൾ ലാവിഷായിട്ട് കഴിച്ചു, തൃപ്തിയായി.
അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ചിക്കൻ പുലാവ് അടിപൊളിയാണെന്ന് പറഞ്ഞു. പക്ഷെ ചിക്കൻ ബിരിയാണിയുടെ കളറ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് സ്പൈസി ആയിരുന്നു. അപ്പോൾ സ്പൈസി നമുക്കറിയില്ലല്ലോ. നമ്മൾ 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത് പിള്ളേർക്കുള്ളതാണ്. അതിനെ അവര് മറ്റേ ഇതൊക്കെ കൊടുത്തിട്ടാണ്, ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. ഇതേ പിള്ളേരൊക്കെ കഴിഞ്ഞു പോകാനെന്നുകൊണ്ട് ഇറങ്ങിയെന്നുകൊണ്ട് ദേ അതിൽ കളിക്കാൻ പോണം. അതിൽ ചിൽഡ്രൻസ് ഗെയിം. വെള്ളത്തിൽ കൂടി വെള്ളത്തിൽ കൂടി ചവിട്ടുന്ന സൈക്കിൾ കണ്ട, വെള്ളത്തിൽ കൂടി ചവിട്ടുന്ന ഡാൽ ലേക്കിൽ ചവിട്ടുന്ന സൈക്കിൾ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ശങ്കരാചാര്യ ടെമ്പിൾ, അതായത് ഡാൽ ലേക്കിന്റെ നമ്മൾ ആ ലേക്ക് കണ്ടല്ലോ, ലേക്കിൽ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മലയുടെ മുകളിലായിട്ട് ശങ്കരാചാര്യ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ കണ്ടു. അപ്പൊ ആ ടെമ്പിളിൽ ഒന്ന് കയറണം. അതോടൊപ്പം തന്നെ ഇവിടെ കാശ്മീരിന്റെ മനോഹരമായ പൂന്തോട്ടം തുലിപ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനും കൂടി നമ്മൾക്ക് കാണണം. ഒരുപാട് ഗാർഡൻ ഉണ്ട് ഇവിടെ, പക്ഷെ അതിന്റെ ഫേമസ് ഗാർഡൻ തുലിപ് ഗാർഡൻ ആണ്. അപ്പൊ തുലിപ് ഗാർഡൻ കാണണം എന്ന് തീരുമാനിച്ച് ഞങ്ങള് പോരുകയാണ്. അപ്പൊ എന്തായാലും അത് അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ ആ തുലിപ് ഗാർഡൻ കാണുന്നത്. തീർച്ചയായിട്ടും ഡാൽ ലേക്കിലെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും പിപ്പീസ് വ്ലോഗ് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ പിപ്പീസ് വ്ലോഗിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.